നമസ്കാരം. കിഴക്കൻ ഏഷ്യൻ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ അതീവ സങ്കീർണമായി തുടരുന്നതിനിടെ തായ്വാൻ വ്യോമസേനയുടെ കരുത്തുറ്റ F-16V യുദ്ധവിമാനത്തെ പരിശീലന പറക്കലിനിടെ കാണാതായി. ചൊവ്വാഴ്ച വൈകുന്നേരം വിമാനം കടലിൽ തകർന്നു വീണുവെന്നാണ് കരുതപ്പെടുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനായി വൻതോതിലുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങളാണ് തായ്വാൻ സർക്കാർ ഏകോപിപ്പിച്ചിരിക്കുന്നത്. പൈലറ്റിന്റെ ജീവൻ രക്ഷിക്കുന്നതിനാണ് ഇപ്പോൾ പരമപ്രധാനമായ പരിഗണന നൽകേണ്ടതെന്ന് തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ്ഡെ എല്ലാ സർക്കാർ സംവിധാനങ്ങൾക്കും കർശനമായ നിർദ്ദേശം നൽകി. അത്യാധുനികമായ പ്രതിരോധ സംവിധാനങ്ങൾ നിലവിലുള്ള തായ്വാൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഈ അപകടം വലിയൊരു ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹുവാലിയൻ വ്യോമതാവളത്തിൽ നിന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം 6:17 ക്യാപ്റ്റൻ സിൻ നിയന്ത്രിച്ചിരുന്ന F-16V ബ്ലോക്ക് 20 വിമാനം പതിവ് രാത്രികാല പരിശീലനത്തിനായി പറന്നുയർന്നത്. എന്നാൽ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം 7:29 വിമാനവുമായുള്ള റഡാർ ബന്ധം പൂർണ്ണമായും നഷ്ടപ്പെടുകയായിരുന്നു. ഹുവാലിയൻ കൗണ്ടിയിലെ ഫെങ്ബിൻ ടൗൺഷിപ്പിന് കിഴക്ക് 10 നോട്ടിക്കൽ മൈൽ അകലെയുള്ള സമുദ്രമേഖലയിലാണ് വിമാനം കാണാതായതെന്ന് വ്യോമസേന കമാൻഡ് സ്ഥിരീകരിച്ചു. വിമാനത്തിൽ നിന്ന് പൈലറ്റ് പാരച്യൂട്ട് വഴി പുറത്തേക്ക് ചാടിയോ എന്ന കാര്യത്തിലും അപകടത്തിന് മുൻപ് എന്തെങ്കിലും അപായ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നോ എന്നതിലും ഇതുവരെയും വ്യക്തത കൈവന്നിട്ടില്ല. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അടിയന്തര റെസ്പോൺസ് സെന്റർ രൂപീകരിച്ചു. മോശം കാലാവസ്ഥയും രാത്രിയിലെ വെല്ലുവിളികളും അവഗണിച്ചുകൊണ്ട് C-130 ട്രാൻസ്പോർട്ട് വിമാനങ്ങളും സീഗൾ ഹെലികോപ്റ്ററുകളും തിരച്ചിലിനായി നിയോഗിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കോസ്റ്റ് ഗാർഡ് കപ്പലുകളും പ്രദേശത്തെ മത്സ്യബന്ധന ബോട്ടുകളും തിരച്ചിലിൽ പങ്കുചേരുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും പൈലറ്റിനെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ നിർത്താതെയുള്ള ദൗത്യമായി തുടരാനാണ് തീരുമാനം. അപകട കാരണത്തെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടന്നു വരികയാണ്. വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ബാഹ്യ ഘടകങ്ങൾ അപകടത്തിന് കാരണമായോ എന്ന് വിദഗ്ധർ പരിശോധിക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന F-16 പരിഷ്കരിച്ച പതിപ്പാണ് F-60V. തായ്വാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്ന് ഇത്തരം നിരവധി വിമാനങ്ങൾ വാങ്ങുകയും നിലവിലുള്ളവ നവീകരിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ നടന്ന അപകടം തായ്വാൻ വ്യോമസേനയുടെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ TV.